ഓം നമ ശിവായ. എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും ശ്രീഭദ്ര ജ്യോതിഷത്തിലേക്ക് വീണ്ടും സ്വാഗതം. 2025 ഫെബ്രുവരി 27 ശുഭഗ്രഹമായ ബുധൻ മീനം രാശിയിലേക്ക് കടക്കാൻ പോവുകയാണ്. അപ്പോൾ ഓരോ നക്ഷത്രത്തിൽ ജനിച്ച ആളുകൾക്കും അല്ലെങ്കിൽ ഓരോ കൂറുകളിൽപ്പെട്ട ഓരോ നക്ഷത്രക്കാർക്കും എന്താണ് അനുഭവങ്ങൾ ഉണ്ടാകുന്നത് എന്നുള്ളതിനെ പറ്റിയാണ് നമ്മൾ കഴിഞ്ഞ 2 അധ്യായങ്ങളിൽ ചർച്ച ചെയ്തത്. ഇന്ന് നമുക്ക് ധനുക്കൂറ് മുതൽ മീനക്കൂറ് വരെയുള്ള കൂറുകളുടെ അല്ലെങ്കിൽ മൂലനക്ഷത്രം മുതൽ രേവതി നക്ഷത്രം വരെയുള്ള നക്ഷത്രങ്ങളിൽ ജനിച്ച ആളുകളുടെ ബുധൻ്റെ രാശിമാറ്റം കൊണ്ടുള്ള ഫലങ്ങളെപ്പറ്റി നോക്കാം. ഇവിടെ ഒരു പ്രത്യേകത എന്താണ്? ബുധൻ്റെ നീചരാശിയാണ് ഈ മീനൻ രാശി എന്ന് പറയുന്നത്. അപ്പം മീനൻ രാശിയിലേക്ക് ബുധൻ പോകുമ്പോൾ നീചരാശി ആയതുകൊണ്ട് തന്നെ ബുധന് ശുഭഫലങ്ങൾ വളരെ കുറച്ചേ തരാൻ സാധിക്കുകയുള്ളൂ. അതോടൊപ്പം തന്നെ അവിടെ രാഹുവിൻ്റെ സ്ഥിതിയുണ്ട്. അതുപോലെ തന്നെ ശനി മാർച്ച് 29 അങ്ങോട്ടെത്തും. സൂര്യനും അങ്ങോട്ട് എത്തുന്നതാണ്. അപ്പം പാപഗ്രഹങ്ങളുടെ കൂടെ നിൽക്കുമ്പോൾ ബുധന് കുറേയേറെ പാപത്വം ഉണ്ടാകുന്നു എന്നൊരു തത്വമുണ്ട്. പക്ഷേ ഇതിനിടയിലും പൂർണ്ണമായിട്ടും ദോഷഫലമൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ശുക്രൻ ഉച്ചരാശിയിലാണ് നിൽക്കുന്നത്. ബുധനെ സംബന്ധിച്ച് നീചരാശിയാണെങ്കിലും ശുക്രനെ സംബന്ധിച്ച് മീനം എന്ന് പറയുന്നത് ഉച്ചരാശിയാണ്. അപ്പോൾ ഈ ശുക്രനെ കൊണ്ടുള്ള കുറേ ഗുണഫലങ്ങൾ ഈ സമയത്ത് ഓരോ നക്ഷത്രക്കാർക്കും ലഭിക്കുന്നുണ്ട്. ശുക്രൻ മിക്ക നക്ഷത്രക്കാർക്കും ശുഭകരമായിട്ടാണ് വരുന്നത്. 6, 7, 10 ഭാവങ്ങളിൽ മാത്രമേ ഉള്ളൂ ദോഷകരമായിട്ട് വരുന്നത്. അപ്പോൾ ഈ ബുധൻ്റെ നീചരാശിയാവസ്ഥ കൊണ്ട് നമുക്കുണ്ടാകുന്ന പ്രയാസം എന്ന് പറയുമ്പം വിദ്യാഭ്യാസത്തിൽ, അറിവുകൾ ശേഖരിക്കുന്നതിൽ, അതുപോലെ വാക്കുകൾ ഉപയോഗിച്ച് ജോലി ചെയ്യുന്നവർക്ക്, അധ്യാപകർ, വക്കീലന്മാർ, പ്രഭാഷകർ, അങ്ങനെയുള്ള അല്ലെങ്കിൽ നമ്മുടെ മതപ്രഭാഷണവും സപ്താഹമൊക്കെ നടത്തുന്ന ആൾക്കാരുണ്ട്, ആചാര്യന്മാർ, പ്രീസ്റ്റുകൾ, പുരോഹിതന്മാർ, അവരെയൊക്കെ സംബന്ധിച്ചിടത്തോളം ഈ സംസാരത്തിൽ അവർക്ക് ആശയങ്ങൾ പറഞ്ഞു ഫലിപ്പിക്കാനായിട്ട് കുറച്ച് ബുദ്ധിമുട്ടുകൾ അനുഭവപ്പെടും. അപ്പോൾ ഈ കാര്യങ്ങൾ മനസ്സിൽ വെച്ചുകൊണ്ട് നമുക്ക് ഓരോ നക്ഷത്രക്കാരുടെ ഫലമായിട്ട് നോക്കാം. ആദ്യത്തേത് മൂലം, പൂരാടം, ഉത്രാടം, ആദ്യപാദ ഉൾപ്പെടുന്ന ധനുക്കൂറുകാരുടെ ഫലമാണ്. അവർക്ക് ബുധൻ 4ാം ഭാവമായ മീനക്കൂറിലേക്കാണ് എത്തിച്ചേരാൻ പോകുന്നത്. അപ്പം നെക്സ്റ്റ് വീക്കിലാണ്, അടുത്ത ആഴ്ചയാണ് ബുധൻ ഈ മീനം രാശിയിലേക്ക് കടക്കുന്നത്. അപ്പം 4ാം ഭാവത്തിലാണ് ധനുക്കൂറുകാർക്ക് ബുധൻ എത്തിച്ചേരാൻ പോകുന്നത്. അപ്പോൾ ഈ ബുധൻ 4ൽ സഞ്ചരിക്കുന്ന സമയം അല്ലാത്ത രീതിയിൽ വലിയ പ്രശ്നം വരാൻ ഇടയില്ലെങ്കിലും നീചഭാവത്തിലായതുകൊണ്ട് തന്നെ പ്രതികൂല ഫലങ്ങൾ പലതും ഈ സമയത്ത് ഉണ്ടാകും. അതായത് തൊഴിൽപരമായിട്ട് മുന്നേറ്റം ഉണ്ടാകും. ജോലിയിൽ മുന്നേറ്റം എന്ന് പറഞ്ഞാൽ ജോലിയിൽ ആ സംസാരത്തിലോ പെരുമാറ്റത്തിലോ അല്ല, ജോലി ചെയ്യാൻ നമുക്ക് സാധിക്കും. എന്നാൽ നമുക്ക് വേണ്ടത്ര അംഗീകാരം നമുക്ക് കിട്ടുകയുമില്ല. അപ്പം വേറൊരാൾക്ക് നമ്മുടെ ഉപദേശം കൊണ്ട് ഗുണമുണ്ടാവും, പക്ഷേ നമുക്ക് ആ ആശയം പറഞ്ഞു കൊടുത്തതിൻ്റെ പേരിൽ പ്രത്യേകിച്ച് ഗുണമൊന്നും ഉണ്ടാവുകയില്ല. അതുപോലെ തന്നെ ഈ ശിക്ഷാ നടപടിയൊക്കെ കഴിഞ്ഞിട്ട് വീണ്ടും കർമ്മരംഗത്തേക്ക് ഇറങ്ങാനായിട്ട് ആളുകൾക്ക് സാധിക്കും. ശിക്ഷാ നടപടി എന്നാൽ ജയിൽ മാത്രമല്ല ഉദ്ദേശിച്ചത്. ഇപ്പം ഒരു രാഷ്ട്രീയ പാർട്ടിയിലാണെങ്കിൽ തരം താഴ്ത്തപ്പെട്ട ആളുകൾക്കൊക്കെ എന്തെങ്കിലും ശിക്ഷണ നടപടികളൊക്കെ സ്വീകരിക്കേണ്ടി വന്ന ആളുകൾക്ക് അതിൽ നിന്നൊരു മോചനം കിട്ടുന്നതാണ്. എന്നാൽ ബന്ധുക്കളുമായിട്ടുള്ള പിണക്കം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. ബന്ധുക്കളുമായിട്ട് അഭിപ്രായ വ്യത്യാസങ്ങൾ, സ്വത്ത് സംബന്ധിച്ച തർക്കങ്ങൾ, രേഖകൾ സംബന്ധിച്ച തർക്കങ്ങൾ, കുടുംബസ്വത്ത് വീതം വെക്കുന്നത് സംബന്ധിച്ച ചില കാര്യങ്ങൾ, വിൽപ്പത്രം സംബന്ധിച്ചൊക്കെയുള്ള തർക്കങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സുഹൃത്തുക്കളിൽ പലരും തെറ്റിദ്ധാരണാജനകമായ പ്രവർത്തനങ്ങളിലൂടെ നമ്മുടെ വെറുപ്പ് സമ്പാദിക്കാനും സാധ്യതയുണ്ട്. ഒന്നുകിൽ അകാരണമായിട്ട് നമ്മളോട് സുഹൃത്തിനൊരു വെറുപ്പുണ്ടാകാം, ഇല്ലെങ്കിൽ സുഹൃത്തിൻ്റെ ചില പ്രവൃത്തികൾ നമുക്ക് അരോചകമായിട്ട് അനുഭവപ്പെടാം. ഇതിലേതെങ്കിലും ഒന്നുണ്ടാകാനുള്ള സാധ്യതയുണ്ട്. വിദ്യാർത്ഥികളെ സംബന്ധിച്ച് പഠനത്തിൽ നിന്ന് ശ്രദ്ധ വ്യതിചലിച്ച് പോകാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് വളരെ കെയർ എടുക്കേണ്ടതാണ്. വിദ്യാർത്ഥികളും മാതാപിതാക്കളും ഈ കാര്യത്തിലൊന്ന് ശ്രദ്ധിക്കുക. അതായത് മൂലം, പൂരാടം, ഉത്രാട നക്ഷത്രക്കാർക്ക് ബുധൻ്റെ ദോഷസ്ഥിതി കൊണ്ടുണ്ടാകുന്ന ഒരു പ്രശ്നമാണ് ഇത്.
ഭാഗികമായിട്ട് കടബാധ്യത തീർക്കാനായിട്ട് സാധിക്കുന്നതാണ്. രാഷ്ട്രീയ നിലപാടുകളിൽ വളരെ വലിയ കോൺഫ്ലിക്റ്റുകൾ സംഭവിക്കാൻ സാധ്യതയുണ്ട്. ഈ രാഷ്ട്രീയ നിലപാടുകൾ എടുക്കുമ്പോഴത്തേക്കും ഒരുപാട് എതിർപ്പുകൾ പല കോണിൽ നിന്നും ഉണ്ടാകാനുള്ള സാധ്യത ഉണ്ട്. അതേസമയത്ത് ചില ഗുണങ്ങളും ഉണ്ട്. ഈ കരാർ അടിസ്ഥാനത്തിൽ ജോലി ചെയ്യുന്നവർക്ക് ഗുണകരമായ ചില അവസ്ഥകൾ ഉണ്ടാകും. പണം ലഭിക്കുന്നതാണ്. കരാർ തൊഴിലാളികളെ സംബന്ധിച്ച് അവർക്ക് കണ്ടിന്യൂവേഷൻ പിന്നെ ജോലിയിൽ തുടരാനുള്ള അനുവാദമൊക്കെ കിട്ടുന്നതാണ്. കണ്ടിന്യൂസ് സാങ്ഷൻ കിട്ടുന്നതാണ്. അതുപോലെ തന്നെ വിദേശത്ത് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് അനുകൂലമായ ചില സാഹചര്യങ്ങൾ ഒത്തുവരികയും ചെയ്യും. വിസ ലഭിക്കുക, എംബസിയിൽ നിന്നുള്ള പെർമിഷൻ ലഭിക്കുക, അങ്ങനെയുള്ള കാര്യങ്ങൾ. എന്നാൽ മൈഗ്രേഷന് ശ്രമിക്കുന്നവർക്ക് അത്ര എളുപ്പവുമല്ല കാര്യങ്ങൾ. മൈഗ്രേഷന് ശ്രമിക്കുമ്പോൾ കുറേയേറെ കടമ്പകൾ കടക്കേണ്ടി വരും. വിസിറ്റിംഗ് വിസയോ അല്ലെങ്കിൽ പഠനത്തിനോ ജോലിക്കോ ഒക്കെയുള്ള വിസയാണെങ്കിൽ പെട്ടെന്ന് നമുക്ക് കിട്ടും, വലിയ താമസമില്ലാതെ കിട്ടും. പക്ഷേ അവിടെയും ഈ പറഞ്ഞ പോലെ ഡോക്യുമെൻറ്റുകളൊക്കെ ഹാജരാക്കാനൊക്കെ നമുക്കൊരല്പം കാലതാമസമോ പ്രയാസമോ ഒക്കെ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെയാണ് ബുധൻ പോകുന്നത്. ഈ മീനക്കൂറിന് ഒരു പ്രത്യേകത ഉണ്ട്, അല്ലെ? മീനം രാശിക്ക് അത് വ്യാഴത്തിൻ്റെ ആധിപത്യമുള്ള രാശിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വലിയ ദോഷകരം എന്ന് പറയത്തില്ല മീനം രാശി. എന്നാൽ രാഹുവിൻ്റെ സ്ഥിതിയുണ്ട്. രാഹു അല്പം വിഷമൊക്കെ ഇറക്കുന്ന ആളാണല്ലോ. അപ്പോൾ രാഹുവും ബുധനുമായിട്ടാണ് ഇപ്പോൾ ഇമ്മീഡിയറ്റായിട്ട് യോഗം ചെയ്യാൻ പോകുന്നത്. ബുധശുക്ര യോഗം ഒരു വശത്തുള്ളപ്പോൾ തന്നെ രാഹുവും ബുധനുമായിട്ടും കൂടെ യോഗം ചെയ്യുന്നുണ്ട്. അതിൻ്റേതായ ബുദ്ധിമുട്ടുകളാണ് ഈ പറഞ്ഞതൊക്കെ. പലതരത്തിലും നമുക്ക് ആൾക്കാരെ കാര്യങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കുമ്പോഴത്തേക്കും നമ്മൾ പറയുന്ന രീതിയിലല്ല അവർ ധരിക്കുന്നത്. ആ ഒരു പ്രശ്നമാണ് ഈ മൂലം പുരാടം ഉത്രാടം ആദ്യപാദത്തിൽപ്പെട്ട ആളുകൾക്ക് ഉണ്ടാകാനിടയുള്ളത്. ഇനി അടുത്തത് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതി ഉൾപ്പെടുന്ന മകരക്കൂറുകാരുടെ ഫലമാണ്. മകരക്കൂറുകാർക്ക് ബുധൻ 3-ാം ഭാവത്തിലേക്കാണ് എത്തിച്ചേരുന്നത്. ബുധൻ നീചത്തിലാണെങ്കിലും ഈ 3-ാം ഭാവത്തിലെ ബുധൻ്റെ സഞ്ചാരം അവർക്ക് സാമാന്യം ഗുണം ചെയ്യും. പക്ഷേ എടുത്തു പറയത്തക്ക നേട്ടമൊന്നും ഉണ്ടാവുകയുമില്ല. സാമാന്യം ഗുണം ചെയ്യുമെന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഉദാഹരണത്തിന് ഒരു കേസോ ഒക്കെ വന്നു കഴിഞ്ഞാൽ അതൊന്ന് മാറിപ്പോവും നമ്മുടെ പ്രാർത്ഥനയുടെ ഫലമായിട്ട്. അല്ലെങ്കിൽ നമ്മളെ ആരെങ്കിലും സഹായിക്കുന്നവരുടെ ആ കേസ് മാറിപ്പോവും. പക്ഷേ കേസ് മാറിപ്പോകുന്നു എന്ന് വിചാരിച്ച ആരോപണം അവിടെ നിലനിൽക്കുകയും ചെയ്യും. ശാരീരികമായിട്ടൊരല്പം ബുദ്ധിമുട്ടുകൾ ഉണ്ടാകും. കുറേയേറെ കാത്തിരുന്നാൽ മാത്രമേ പല കാര്യങ്ങളും സാധിച്ചു കിട്ടുകയുള്ളൂ. ഓഫീസുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് തവണ കയറിയിറങ്ങേണ്ട അവസ്ഥകൾ ഉണ്ടാകും. പിന്നെ സ്വയം സംരംഭങ്ങൾ ചെയ്യുന്ന ആളുകൾക്ക് സബ്സിഡിയൊക്കെ കിട്ടാനായിട്ട് ശ്രമിച്ചെങ്കിലും അത് കിട്ടാതെ വരുന്ന അവസ്ഥ ഉണ്ടാകാം. മറ്റുള്ള ആളുകൾ സഹായിക്കാമെന്ന് പറഞ്ഞിട്ട് തൽസമയത്ത് തക്ക സമയത്ത് അവർ സഹായിക്കാതെ എക്സ്ക്യൂസ് പറഞ്ഞ് ഒഴിയുന്ന ഒരു അവസ്ഥയും നേരിടേണ്ടി വരാൻ സാധ്യതയുണ്ട്. പണയ വസ്തുക്കൾ എടുത്തുകൊണ്ട് പോകണമെന്നും പറഞ്ഞ് ബാങ്കിൽ നിന്ന് നോട്ടീസൊക്കെ വരാനുള്ള സാധ്യതയുണ്ട്. അല്ലെങ്കിൽ അത് പുതുക്കി വെക്കണമെന്നൊക്കെ ആവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ അതിനുള്ള പണം നമ്മൾ കണ്ടെത്തേണ്ടി വരും. സഹപ്രവർത്തകരുടെ സഹകരണം കുറയുന്നതാണ്. അതുപോലെ തന്നെ ഈ ജോലി ചെയ്യുന്ന സ്ഥലത്ത് സഹപ്രവർത്തകരിൽ ചിലർ നമുക്കെതിരെ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. പച്ചമലയാളത്തിൽ നമ്മൾ പാരവെപ്പ് എന്നൊക്കെ പറയുന്ന രീതിയിൽ നമ്മളറിയാതെ നമുക്കെതിരെ ചില ആളുകൾ പ്രവർത്തിക്കാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ എന്ത് ചെയ്യും? മറ്റുള്ളവരിലൊരു തെറ്റിദ്ധാരണ നമ്മളെപ്പറ്റി ഉണ്ടാക്കും. അതുപോലെ തന്നെ നമ്മളിപ്പോൾ ഒരു കൂട്ടായിട്ട് 3-4 പേര് ചേർന്ന് ചെയ്യേണ്ട ഒരു കാര്യത്തിലാണ് ഇടപെട്ടിരിക്കുന്നതെങ്കിൽ മറ്റുള്ള ആളുകൾ നമ്മളോട് സഹകരിക്കുന്നില്ലാത്തത് കൊണ്ട് തന്നെ അത് കാര്യക്ഷമമായിട്ട് പൂർത്തിയാക്കാൻ കഴിയാത്തൊരവസ്ഥയും ഉണ്ടാകും. ഇത് മേലധികാരിക്ക് തീർച്ചയായിട്ടും അപ്രീതി ഉണ്ടാക്കും. ഇങ്ങനെയാണ് നമുക്ക് മനോവിഷമങ്ങൾ ഈ ബുധൻ്റെ അവസ്ഥ കൊണ്ട് ഉണ്ടാകുന്നത്. അതുപോലെ സഹോദര ബന്ധത്തിൽ ആ ദൃഢതയൊക്കെ കുറയുന്നതാണ്. പ്രണയിക്കുന്നവർക്ക് കാലം അത്ര ഗുണകരമല്ല. ദാമ്പത്യത്തിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടായേക്കാം. അതുപോലെ അയൽക്കാരുമായിട്ട് എന്തെങ്കിലും രീതിയിലുള്ള അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും ഈ സമയത്ത് ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ടത് ബിസിനസ് കാര്യങ്ങളിലാണ്. ഈ ബുധനും രാഹുവും കൂടെ ചേർന്നാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ ബുധന് തീരെ മോശമല്ല എന്ന് പറഞ്ഞാൽ പോലും നീച അവസ്ഥയിലും രാഹുവുമായിട്ട് ചേർന്നും ആയതുകൊണ്ട് ഈ പറഞ്ഞ അഭിപ്രായ വ്യത്യാസങ്ങളും പ്രശ്നങ്ങളുമൊക്കെ ഉണ്ടാകും. ബിസിനസ്സിലാണെങ്കിൽ ഈ പറഞ്ഞ പോലെയാണ്, കസ്റ്റമേഴ്സിനെ പിടിച്ചു നിർത്താനായിട്ട് അല്പം ബുദ്ധിമുട്ടേണ്ടതായിട്ട് വരും. എന്നാൽ ബിസിനസ് തകർന്നു പോകുമെന്ന് ചോദിച്ചാൽ അങ്ങനെ പോവുകയില്ല. ബിസിനസ്സിന് വലിയൊരു തകർച്ച ഉണ്ടാകുന്നില്ല. കസ്റ്റമേഴ്സുമായിട്ടുള്ള ആ നല്ല ബന്ധം
വളരെ ഒരു ഹൃദയബന്ധം ഉണ്ടാകുമല്ലോ പലപ്പോഴും, ആ ബന്ധം നിലനിർത്താനായിട്ട് ബുദ്ധിമുട്ടുന്നതാണ്. അപ്പോൾ ഇതാണ് ഉത്രാടത്തിൻ്റെ അവസാന മുക്കാൽ ഭാഗം, തിരുവോണം, അവിട്ടത്തിൻ്റെ ആദ്യ പകുതിയിൽപ്പെട്ട മകരക്കൂറിൻ്റെ ഫലം. അടുത്തത് കുംഭക്കൂറിൻ്റെ ഫലങ്ങളാണ്. അതായത് അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതി ഭാഗത്ത് ജനിച്ചവർ, ചതയ നക്ഷത്രം, പൂരുരുട്ടാതിയുടെ ആദ്യ മുക്കാൽ ഭാഗത്ത് ജനിച്ചവർ, ഇത്രയും ആളുകൾ കുംഭക്കൂറിലാണ് ഉൾപ്പെടുന്നത്. അവരെ സംബന്ധിച്ച് ബുധൻ മീനം രാശിയിലേക്ക് കടക്കുമ്പോൾ രണ്ടാം ഭാവത്തിലേക്ക് ബുധൻ്റെ സ്ഥിതി എത്തിച്ചേരുന്നു, ബുധൻ്റെ സ്ഥാനം എത്തിച്ചേരുന്നു. സാധാരണഗതിയിൽ 2-ൽ ബുധൻ വരുമ്പം സംഭാഷണ ചാതുര്യം, അതിലൂടെ ധനലാഭമൊക്കെ ഉണ്ടാകുന്നതാണ്. അതായത് നല്ല ആകർഷകമായിട്ട് സംസാരിക്കാനും കസ്റ്റമേഴ്സിനെയൊക്കെ നമ്മുടെ സ്ഥാപനത്തിലേക്ക് വരുത്താനുമൊക്കെ ഉള്ള അപാരമായ കഴിവ് സിദ്ധിക്കേണ്ടതാണ്. പക്ഷേ ബുധൻ നീചത്തിലാണ്, രാഹുവിനോട് ചേർന്നാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ സംഭാഷണത്തിൽ അല്പം കൂടുതൽ ശ്രദ്ധ കൊടുക്കണം. അതായത് നമ്മൾ പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ടാണോ മറ്റേയാൾ മനസ്സിലാക്കുന്നതെന്ന് ഉറപ്പ് വരുത്തണം. ഇല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിക്കുന്നതിൻ്റെ വിപരീത ഫലം ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും മിതമായിട്ട് സംസാരിച്ചാൽ മതി. ഈ ബുധൻ 2-ൽ നീചനായിട്ട് നിൽക്കുന്നത് കൊണ്ട് ഒരുപാടങ്ങ് വാചകടിക്കുന്നത് ചിലപ്പോൾ തെറ്റിദ്ധാരണയ്ക്ക് ഇടയാകുന്ന പദങ്ങൾ ഇടയ്ക്ക് കയറി വരാൻ സാധ്യതയുണ്ട്. വ്യാപാരത്തിൽ മാത്രമല്ല ഞാൻ ഉദ്ദേശിച്ചത്, സുഹൃത്ബന്ധത്തിലാണെങ്കിലും കുടുംബ ബന്ധങ്ങളിലാണെങ്കിലും നമ്മൾ അതിരുവിട്ട തമാശകൾ, അതിരുവിട്ട പ്രയോഗങ്ങൾ ഇതൊന്നും പറയാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ സാധാരണ സംസാരത്തിൽ പല ശൈലികളും ഉൾപ്പെടുത്താറുണ്ടല്ലോ. അപ്പോൾ ഈ ഒരു സമയത്ത് ബുധൻ നീചത്തിലായതുകൊണ്ട് തന്നെ, മാത്രമല്ല ബുധന് വാക്കിൻ്റെ ഒരു ആധിപത്യവും കൂടെ ഉണ്ട്. വ്യാഴമാണ് പ്രധാനമായിട്ടും വാക്കിൻ്റെ അധിപനെങ്കിലും ബുധനും ഒരാധിപത്യം വരുന്നത് കൊണ്ട് ചിലപ്പോൾ നമ്മുടെ വാക്കുകൾ തെറ്റിദ്ധരിക്കപ്പെടാം, നീചത്തിൽ നിൽക്കുന്ന ബുധൻ രാഹുവിനോട് ചേർന്ന് ആയതുകൊണ്ട്. പിന്നെ എന്താണ്, അതേ സമയത്ത് തന്നെ ഭാഷാ നൈപുണ്യം നേടാൻ കഴിയുന്ന ഒരു കാലഘട്ടമാണ് സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കുന്ന ആൾക്കാർ. അതുപോലെ വിദേശ രാജ്യങ്ങളിലേക്ക് പോകാൻ വേണ്ടി ഫ്രഞ്ച്, ലാറ്റിന്, സ്പാനിഷൊക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ടല്ലോ. അപ്പോൾ അറബി ഒക്കെ പഠിക്കുന്ന ആൾക്കാരുണ്ട്. അവർക്കൊക്കെ നല്ല രീതിയിൽ അവരുടെ വിദ്യാഭ്യാസം നടത്താം. അത് നന്നായിട്ട് സംസാരിക്കാനും അവർക്ക് സാധിക്കും. സംസാരത്തിൽ സൂക്ഷിക്കണമെന്നേ ഉള്ളൂ, പഠിക്കുന്ന കാര്യത്തിൽ ഗുണകരമാണ്. പിന്നെ കുടുംബത്തിൻ്റെ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ നോക്കാനായിട്ട് സാധിക്കും. അതിനാവശ്യമായ ധനം കിട്ടുകയും ചെയ്യും. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ പങ്കാളിയുമായിട്ട് അല്പസ്വല്പം അഭിപ്രായ വ്യത്യാസമൊക്കെ ഉണ്ടാകുമെങ്കിലും അത് ഈ വാക്ക് സംബന്ധിച്ചാണ്. നമ്മൾ പലപ്പോഴും തമാശയായിട്ട് ഒരു അഭിപ്രായം പ്രകടിപ്പിക്കുന്നത് പങ്കാളിക്ക് ചിലപ്പോൾ ഇഷ്ടപ്പെടണമെന്നില്ല. അങ്ങനെയുള്ള ചില തർക്കങ്ങൾ, ചെറിയ സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ഉണ്ടാകാൻ ഇടയുള്ള കാലഘട്ടമാണ്. എന്നാൽ എല്ലാ കാര്യത്തിലും ജീവിത പങ്കാളിയുടെ പിന്തുണ ഉണ്ടാവുകയും ചെയ്യും. വേദികളിൽ പരിപാടികൾ അവതരിപ്പിക്കാനായിട്ട് അവസരങ്ങൾ ഉണ്ടാകുന്നതാണ്. പരീക്ഷകളിലും ഇൻ്റർവ്യൂകളിലൊക്കെ ഉദ്ദേശിക്കുന്ന രീതിയിലുള്ള പ്രകടനം കാഴ്ചവെക്കാൻ അല്പം പ്രയാസപ്പെടും. നല്ലപോലെ പരിശീലനം നേടിയിട്ട് പോകുന്നതാണ് ഉത്തമം. ഉദ്യോഗസ്ഥരെ സംബന്ധിച്ച് ചുമതലകൾ വർദ്ധിക്കുന്നതാണ്, എന്നാൽ അധികാരം ലഭിക്കുന്നതുമാണ്. കീഴുദ്യോഗസ്ഥരുമായിട്ടുള്ള ബന്ധങ്ങളിൽ വിള്ളലുകൾ വീഴാതെ സൂക്ഷിക്കേണ്ടതാണ്. അധികാരം കൂടും, പക്ഷേ നമ്മുടെ സംസാരം വളരെ ഹാർഡാകാനുള്ള സാധ്യതയുണ്ട് ആ മേഖലയിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളൊരല്പം സൂക്ഷിച്ച് വേണം കീഴുദ്യോഗസ്ഥരോട് സംസാരിക്കാൻ, അല്ലെങ്കിൽ അവരുടെ വെറുപ്പ് നമുക്കെതിരെ തിരിയാനുള്ള സാധ്യതയുണ്ട്. തീർത്ഥാടനമൊക്കെ നടത്താനുള്ള അവസരങ്ങൾ സിദ്ധിക്കുന്നതാണ്. പല കാര്യങ്ങളിലും നമ്മൾ ഏറ്റെടുത്ത കാര്യങ്ങളൊക്കെ പൂർത്തിയാക്കാനായിട്ട് സാധിക്കും. സാമാന്യമായ ധനവരവ് ഉണ്ടാകും പ്രവർത്തന മേഖലയിൽ നിന്ന്. എന്നാൽ ഒരു വലിയ ലാഭത്തിലേക്ക് എത്തിച്ചേരാനുള്ള സാധ്യത കുറവുമാണ് ബുധൻ്റെ സ്ഥിതി കൊണ്ട്. പക്ഷേ ശുക്രൻ 2-ൽ നിൽപ്പുണ്ട് ഉച്ചനായിട്ട്. അപ്പോൾ അതിൻ്റെ ഗുണഫലം കിട്ടുകയും ചെയ്യും. അതുകൂടെ നമ്മൾ ഓർക്കണം. ബുധൻ്റെ നീചാവസ്ഥ കൊണ്ട് മാത്രമാണ് ഈ കാര്യം പറയുന്നത്. ധനവരവ് ഇല്ലാതെ വരികയില്ല ഒരിക്കലും, കാരണം ശുക്രൻ സ്ഥിതിയിൽ നിൽക്കുകയാണല്ലോ. അപ്പോൾ അതിൻ്റെ ഗുണം കിട്ടും. പിന്നെ അവിടെയും വാക്കുകൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഏതൊരു കാര്യത്തിനാണെങ്കിലും നമ്മുടെ സംസാരം വളരെയേറെ ശ്രദ്ധിക്കണം. ബിസിനസ്സിൽ പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിച്ചാൽ പുതിയ ഉപഭോക്താക്കളെയൊക്കെ ആകർഷിക്കാനായിട്ട് സാധിക്കും. പുതിയ കസ്റ്റമേഴ്സിനെ നമുക്ക്
ആകർഷിക്കാൻ സാധിക്കും. പുതിയ തന്ത്രങ്ങൾ ആവിഷ്കരിക്കണം. ഇതുവരെ ആ മേഖലയിലുള്ളവരെ അനുവർത്തിക്കാത്ത ചില കാര്യങ്ങൾ ചെയ്ത് കസ്റ്റമേഴ്സിനെ ആകർഷിക്കാം. ശത്രുക്കളുടെ പ്രവർത്തനങ്ങളെ നല്ല രീതിയിൽ മറികടക്കാനായിട്ടും സാധിക്കുന്നതാണ്. ഇതാണ് പൊതുവെ അവിട്ടത്തിൻ്റെ രണ്ടാമത്തെ പകുതിയും ചതയം പൂരിട്ടാതിക്കാരുടെ ഫലമായിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്. അടുത്തത് പൂരിട്ടാതിയുടെ അവസാന പാദം ഉത്രട്ടാതി രേവതി ഈ നക്ഷത്രങ്ങൾ ഉൾപ്പെടുന്ന മീനക്കൂറുകാരുടെ ഫലമാണ്. മീനക്കൂറിലേക്ക് ആണ് ബുധൻ എത്തിച്ചേരുന്നത്. മീനൻ രാശിയിലേക്കാണ് ബുധന് ഫെബ്രുവരി 27 എത്തിച്ചേരുന്നത്. ഈ ജന്മരാശിയിൽ നീച സ്ഥിതിയിലുള്ള ബുധൻ സഞ്ചരിക്കുന്നത് വ്യക്തിത്വത്തെ അല്പം ബാധിക്കുന്ന ഒരു കാര്യമാണ്. പ്രവർത്തന രംഗത്ത് പ്രത്യേകിച്ച് അധ്യാപകർ, അഡ്വക്കേറ്റുമാർ, ബ്രോക്കർമാർ, പ്രസംഗകർ അവർക്കൊക്കെ ഒരല്പം തടസ്സങ്ങൾ നേരിടാനുള്ള സാധ്യത ഉണ്ട്. ആരോഗ്യത്തെയും അല്പം പ്രതികൂലമായിട്ട് ബാധിക്കും. പക്ഷേ ജന്മരാശിയിലെ ശുക്രൻ സഞ്ചരിക്കുന്നത് ധനപരമായിട്ട് ഗുണകരവുമാണ്. പിന്നെ എന്താണെന്ന് വെച്ചാൽ എപ്പോഴും ഒരു ആശങ്ക ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. ആരോഗ്യകാര്യത്തിലോ അല്ലെങ്കിൽ മറ്റേതെങ്കിലും ഒരു പ്രൊഫഷനുമായിട്ട് ബന്ധപ്പെട്ട നമ്മൾ ചെയ്യുന്ന തൊഴിൽ രംഗവുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ ഒരു ആശങ്ക, അങ്ങനെ വരുമോ ഇങ്ങനെ വരുമോ എന്നൊക്കെയുള്ളൊരു ആശങ്ക ബാധിക്കാം. അതുപോലെ തന്നെ നമ്മളെ ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ കൃത്യസമയത്ത് ചെയ്യാൻ പലപ്പോഴും സാധിക്കാതെ വരും. ചെറിയ തടസ്സമാണ് എങ്കിൽ പോലും കൃത്യസമയത്ത് ചെയ്തു കൊടുക്കാൻ ഒരല്പം ബുദ്ധിമുട്ട് നേരിടും. കുടുംബാംഗങ്ങൾക്കിടയിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകാനും ഇടയുണ്ട്. വിദേശയാത്ര അല്പം കൂടെ നീട്ടിവെക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. അതുപോലെ തന്നെ കടബാധ്യതയും അല്പസ്വല്പമൊക്കെ ഉണ്ടാകാനുള്ള സമയമാണ്. അങ്ങനൊരു സാധ്യതയുള്ള സമയമാണ്. ധനപരമായ കാര്യങ്ങളിൽ അല്പവും കൂടുതൽ ശ്രദ്ധിക്കുന്നത് നല്ലതാണ് ബുധൻ്റെ സ്ഥിതി കൊണ്ട്. അതുപോലെ തന്നെ തീരുമാനങ്ങൾ എടുക്കുമ്പം 3-4 തവണ ആലോചിച്ച് മാത്രം തീരുമാനങ്ങൾ എടുക്കുക. ബുധൻ ബുദ്ധിയുടെ ഒരു കാരകത്വം കൂടെ ഉണ്ടല്ലോ. ഈ ബുധൻ നീചത്തിൽ പോകുമ്പം ബുദ്ധി നീചമാകും എന്ന് പറഞ്ഞാൽ ബുദ്ധിയുടെ ഗ്രേഡ് കുറയും. അപ്പം നമ്മുടെ ചിന്തകൾ അല്ലെങ്കിൽ നമ്മുടെ തീരുമാനങ്ങൾ പലപ്പോഴും ഉദ്ദേശിക്കുന്ന നിലവാരമുള്ളതാകണമെന്നില്ല. അതുകൊണ്ട് തന്നെ 2-3 തവണ ആലോചിച്ചിട്ട് മാത്രം ഒരു ഫൈനൽ തീരുമാനത്തിലോട്ട് എത്തിച്ചേർന്നാൽ മതി. പ്രധാന കാര്യങ്ങളിൽ പ്രത്യേകിച്ച്. അപ്രധാനമായ കാര്യങ്ങളിൽ തീരുമാനം എടുത്തു പോയാലും നഷ്ടമൊന്നും ഉണ്ടാകുന്നില്ല. പ്രധാനപ്പെട്ട കുടുംബത്തെ സംബന്ധിച്ചോ മക്കളെ സംബന്ധിച്ചോ അല്ലെങ്കിൽ അവനവൻ്റെ പ്രവർത്തന മേഖലയോ വ്യാപാരത്തെയൊക്കെ സംബന്ധിച്ചുള്ള തീരുമാനം എടുക്കുമ്പോൾ നന്നായിട്ട് ആലോചിച്ച് ചെയ്യുക. ബന്ധുക്കളുടെ ഭാഗത്തു നിന്ന് നിസ്സഹകരണം ഉണ്ടാകാനുള്ള ഒരു സാധ്യത ഉണ്ട്. ബുധൻ നീചത്തിൽ രാഹുവിനോടൊപ്പം നിൽക്കുന്നത് കൊണ്ട് തെറ്റായ തീരുമാനങ്ങളിലേക്ക് ചില ബന്ധുക്കളുടെ ഇടപെടലുകൾ നമ്മളെ നയിക്കാനുള്ള സാധ്യതയുണ്ട്. കുടുംബസ്വത്തൊക്കെ കുറഞ്ഞ വിലയ്ക്ക് വിൽക്കാൻ നിർബന്ധിതരാകാനുള്ള ഒരു സാധ്യതയുണ്ട്. അതൊക്കെ ശ്രദ്ധിക്കുക. നന്നായിട്ട് അന്വേഷിച്ചിട്ട് മാത്രം വ്യാപാരം നടത്തുക, ബിസിനസ് ചെയ്യുക. സാമ്പത്തികമായിട്ട് കബളിപ്പിക്കപ്പെടാൻ ഒരല്പം സാധ്യത ഉള്ളതുകൊണ്ടാണിത് എടുത്തു പറഞ്ഞത്. അതുപോലെ തന്നെ കേസുകൾക്ക് പോകുമ്പോൾ നല്ല അഡ്വക്കേറ്റിൻ്റെ സേവനം തേടുക. നല്ല നിയമോപദേശം തേടിയിട്ട് മാത്രം കേസുകൾക്ക് പങ്കെടുക്കുക, കേസിലേക്ക് ഇടപെടുക. അതുപോലെ തന്നെ ഒരു വൻ നേട്ടം നമുക്ക് ഉണ്ടാകാനിടയില്ലാത്തതുകൊണ്ട് ഭാഗ്യക്കുറിയിലോ ലോട്ടറിയിലോ ഒന്നും വലിയ നേട്ടങ്ങൾക്ക് ബുധൻ്റെ സ്ഥിതി കൊണ്ട് സാധ്യതയില്ല. എന്നാൽ ശുക്രൻ ശുഭനായിട്ട് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഈ ബുധൻ്റെ നീചാവസ്ഥ കൊണ്ടുള്ള ബുദ്ധിമുട്ടുകൾ അത്ര പ്രതികൂലമായിട്ട് നമ്മളെ ബാധിക്കുകയുമില്ല. മറ്റ് ഗ്രഹങ്ങളുടെ പ്രത്യേകതകൾ കൊണ്ട് ഈ ബുധൻ്റെ രാശി മാറ്റം അത്ര വലിയ ഒരു എതിർ സ്വഭാവത്തിൽ നമ്മളെ ബാധിക്കുന്നില്ല. അപ്പോൾ പ്രധാനമായിട്ടും എല്ലാ രാശിക്കൂറുകാരും ശ്രദ്ധിക്കേണ്ടത് ബുധൻ കാരകനായിട്ടുള്ള വാക്കുകളുടെ പ്രയോഗത്തിലാണ്, ബുദ്ധിപരമായ കാര്യങ്ങളുടെ പ്രയോഗത്തിലാണ് ശ്രദ്ധിക്കേണ്ടത്. ബുദ്ധിക്കൊരു മൂടൽ അല്ലെങ്കിൽ ബുദ്ധിക്ക് കൃത്യസമയത്ത് പ്രവർത്തിക്കാൻ കഴിയാഴികയാണ് പലരും നേരിടുന്ന ഒരു പ്രശ്നം. അപ്പോൾ ഇതിന് പരിഹാരമായിട്ട് ശ്രീകൃഷ്ണ ഭഗവാനെ പ്രാർത്ഥിക്കുക. ശ്രീകൃഷ്ണ ക്ഷേത്രത്തിൽ ബുധനാഴ്ച ദിവസം ദർശനം നടത്തി നെയ്വിളക്ക് തെളിയിക്കുക, തുളസിമാല സമർപ്പിക്കുക, പാൽപ്പായസം പോലുള്ള വഴിപാടുകൾ സമർപ്പിക്കുക, താമരമുട്ട്, താമരമാല തുടങ്ങിയവ സമർപ്പിക്കുക. ഇതൊക്കെ നല്ലതാണ്. മഞ്ഞപ്പൂക്കൾ കൊണ്ട് അർച്ചന ചെയ്യുക, മഞ്ഞപ്പട്ട് സമർപ്പിക്കുക. ഇങ്ങനെ ഒരുപാട് വഴിപാടുകളുണ്ട്. പിന്നെ അപ്പം, അട തുടങ്ങിയ വഴിപാടുകളൊക്കെ ഉണ്ട്. ഓരോ അവൽ കിഴിയുണ്ട്. അങ്ങനെ ഓരോ ആവശ്യത്തിനുള്ള വഴിപാടുകൾ ഏതാണെന്ന് വെച്ചാൽ അത് നമുക്ക് ചെയ്യാവുന്നതാണ്. അപ്പോൾ ശ്രീകൃഷ്ണ ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടായാൽ
ഈ ബുധൻ്റെ നീചാവസ്ഥ കൊണ്ടുള്ള ദോഷങ്ങൾ നല്ലൊരു പരിധിവരെ മാറിക്കിട്ടുന്നതാണ്. ഇനി ശ്രീകൃഷ്ണ ക്ഷേത്രത്തിലല്ലേ വിഷ്ണു ക്ഷേത്രത്തിലാണ് നിങ്ങൾക്ക് പോകാൻ സൗകര്യമെങ്കിൽ അങ്ങനെ പോയാലും മതി. വിഷ്ണു ക്ഷേത്രത്തിലോ വിഷ്ണു ഭഗവാന്റെ അവതാരമൂർത്തി ക്ഷേത്രങ്ങളിലോ ഒക്കെ ദർശനം നടത്തുന്നതും ഗുണകരമാണ്. പിന്നെ ശനി 12 ഇപ്പോൾ സഞ്ചരിക്കുന്നതുകൊണ്ടുള്ള പ്രയാസം മാറ്റാനും, അതുപോലെ തന്നെ 7.5 ശനിയാണല്ലോ ഈ രാശിക്കാർക്ക്. അപ്പോൾ അതുകൊണ്ട് ശാസ്താവിനെ തീർച്ചയായിട്ടും പ്രാർത്ഥിക്കണം. നവഗ്രഹ ക്ഷേത്രത്തിൽ ബുധനും അതുപോലെ തന്നെ ശനി ഭഗവാനും വഴിപാടുകൾ ചെയ്യുക, അർച്ചന ചെയ്താൽ മതി. അത് വളരെ നല്ലതാണ്. കുടുംബദേവതയ്ക്കും കൂടെ വഴിപാട് ചെയ്താൽ ദോഷഫലങ്ങൾ നന്നായിട്ട് മാറിക്കിട്ടുന്നതാണ്. എന്തെങ്കിലും കേസോ ബുദ്ധിമുട്ടോ നിയമപ്രശ്നങ്ങളോ ഉണ്ടാകുകയാണെങ്കിൽ ഭദ്രകാളി ദേവിക്ക് ചുവന്ന പൂക്കൾ കൊണ്ടുള്ളൊരു അർച്ചന സമർപ്പിച്ചിട്ട് മുന്നോട്ട് പോവുക. അപ്പോൾ ആ ദോഷങ്ങൾ മാറിക്കിട്ടുന്നതാണ്. അതേസമയത്ത് തന്നെ ശ്രീകൃഷ്ണ ഭഗവാനും കൂടെ ഒരു വഴിപാട് ചെയ്യുന്നത് നല്ലതാണ്. ജോലിക്കൊക്കെ ശ്രമിക്കുന്ന ആൾക്കാർ, പരീക്ഷ എഴുതുന്ന ആളുകൾ, അതുപോലെ ഇൻ്റർവ്യൂവിനൊക്കെ പങ്കെടുക്കുന്ന ആൾക്കാരൊക്കെ ഗണപതി ഭഗവാനും കൂടെ വഴിപാട് ചെയ്യുന്നത് ഏറ്റവും ഉത്തമമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ബുധൻ്റെ രാശി മാറ്റത്തിൻ്റെ ഫലങ്ങളായിട്ട് പറയാനുള്ളത്. ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ ദയവായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും നിങ്ങളുടെ കൂട്ടുകാർക്കും പരിചയക്കാർക്കും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുകയും ചെയ്യുക. എല്ലാവർക്കും നന്മയുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ശുക്രൻ്റെ അനുഗ്രഹം നന്നായിട്ട് ലഭിക്കട്ടെ. അതിലൂടെ ബുധൻ്റെ ദോഷങ്ങൾ, നീചരാശിയിലേക്ക് പോകുന്ന ബുധൻ്റെ ദോഷങ്ങൾ കുറഞ്ഞ് നിങ്ങൾക്ക് ഗുണകരമായൊരു ജീവിതാവസ്ഥ ഉണ്ടാകട്ടെ എന്ന് പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം.